ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ളൊരു വിഭവമാണ്. ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും എന്നെ അറിയിക്കണം. നമുക്ക് തയ്യാറാക്കാം. ആവശ്യമായ സാധനം മെയിനായിട്ട് നമ്മൾ ചക്കനോടാണല്ലോ വിഭവം ഉണ്ടാക്കുന്നത്. ചക്ക, ശർക്കര കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുക. ഞങ്ങൾ രണ്ടച്ചാണ് എടുത്തിട്ടുള്ളത്. ഏലക്ക പൊടിച്ചത്, തേങ്ങ ചിരവിയത്. ഓരോ ചക്കയുടെയും കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുക. ചക്ക എല്ലാം വൃത്തിയായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ചിരവി വെച്ച് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനൊക്കെ കൂട്ടോ കുറക്കൊക്കെ ചെയ്യാം ആവശ്യത്തിനനുസരിച്ച്. ഇനി നമുക്ക് ഇത് നല്ല പോലെ അടിച്ചെടുക്കാം. പറയട്ടെ, ലേശം വെള്ളം ചേർത്തിട്ട് നല്ല പോലെ അടിച്ചെടുക്കാം. അടിച്ച തേങ്ങ നല്ല പോലെ പിഴിഞ്ഞെടുക്കുക. നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണ് ഒന്നാം പാലും രണ്ടാം പാലും. ഇത് രണ്ടാം പാലും മൂന്നാം പാലും. ഇതാണ് ഒന്നാം പാല്. ഇതൊന്നാം പാലാണ്. ഇത് രണ്ടും മൂന്നും പാലുകളാണ്. ഇനി ചക്ക ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ രണ്ടാം പാലും മൂന്നാം പാലും ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പാൻ അടുപ്പത്ത് വെച്ച് നല്ല പോലെ ചക്ക അടുപ്പത്ത് വെച്ച് ചക്ക നല്ല പോലെ വേവിച്ചെടുക്കുക. ഈ ചക്ക നല്ല പോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ചെറിയൊരച്ച് ശർക്കരയും കൂടി വീണ്ടും എടുത്തിട്ടുണ്ട്. മധുരം കുറവാണെന്ന് വിചാരിച്ച് ഇനി ലേശം വെള്ളം ഒഴിച്ച് ഇത് ഉരുക്കിയെടുക്കാം. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരമാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ശർക്കര ഈ ചക്കമരൊക്കെ പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ലേശം ഇത് ഏലക്ക പൊടിച്ചതാണ്. ഇത് ലേശം ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, എല്ലാം തിളച്ച് വന്ന് ശർക്കരയൊക്കെ ചക്കമ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒന്നാം പാല്, തേങ്ങയുടെ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തിളക്കേണ്ട ആവശ്യമില്ല. ഇതിനി അടച്ചു വെച്ച് തണുത്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾക്ക് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഈ ചക്ക മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സിയിൽ നല്ല പോലെ ഇത് അടിച്ചെടുക്കുക. ചക്ക നല്ല പോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്തിരുന്ന പാത്രത്തിലോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കും. ഒന്ന് ചൂടാകട്ടെ, നല്ല പോലെ ചൂടാകട്ടെ. വേണമെങ്കിൽ നെയ്യ് ചേർത്താൽ മതി. ഞാൻ ലേശം നെയ്യ് ചേർക്കുന്നുണ്ട്, ടേസ്റ്റിന് മാത്രം.
ഇതുപോലൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഈ പാത്രത്തിലോട്ടാണ് ഞങ്ങൾ ഈ കൂട്ട് മാറ്റി. നമ്മൾ ഇത് തയ്യാറായിട്ടുണ്ട്. ഈ പരുവത്തിലായാൽ തന്നെ മാറ്റി കൂട്ടി വരുന്നതുണ്ടോ. ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് റെഡിയാക്കി എടുക്കാം. നെയ്യ് തടവി നമ്മുടെ ചക്ക ഹലുവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എന്നാൽ താങ്ക് യു. നമ്മളിത് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ചക്ക കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എന്നാൽ താങ്ക് യു.